നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള യാത്രക്കിടയിൽ പ്രതിഷേധക്കാരുടെ തല അടിച്ചുപൊളിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് ഒടുവിൽ കാലം കാത്തുവെച്ച തിരിച്ചടി ലഭിക്കുന്നു. അന്ന് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ച ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഗൺമാൻമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ സജീവമായി. നിലവിലെ ആലപ്പുഴ MLA AD തോമസിനെ തെരുവിലിട്ട് തല്ലിയ കേസിൽ പുനരന്വേഷണം ആരംഭിക്കുന്നതോടെ ആഭ്യന്തര വകുപ്പിലെ ഈ ഗുണ്ടായിസം നടത്തിയവർ അഴിക്കുള്ളിലാകാൻ സാധ്യതയേറെയാണ്. മനോരമ ന്യൂസ് ചാനലാണ് ഇത്തരമൊരു വാർത്ത ആദ്യം പുറത്തുവിട്ടത്. മർദ്ദനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും അത് വെറും ഡ്യൂട്ടിയുടെ ഭാഗമാണെന്നും പറഞ്ഞ് പഴയ സർക്കാർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന് ആവശ്യപ്പെട്ട് AD തോമസ് ഉടൻ പരാതി നൽകും. മർദ്ദനമേറ്റവരുടെ പ്രതീകമായാണ് താൻ ആലപ്പുഴയിൽ മത്സരിച്ചതെന്നും പോലീസിന്റെ അതിക്രമത്തിനെതിരെയുള്ള ജനവിധിയാണിതെന്നും തോമസ് പ്രതികരിച്ചു. അവരോട് വ്യക്തിപരമായ വിരോധമില്ല, കണ്ടാൽ ചായ കുടിക്കും, പക്ഷേ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണമെന്നാണ് തോമസ് വ്യക്തമാക്കുന്നത്. 2023 നടന്ന നവകേരള യാത്രക്കിടയിൽ കണ്ണൂരിലും ആലപ്പുഴയിലും അരങ്ങേറിയത് സമാനതകളില്ലാത്ത പോലീസ് ഗുണ്ടായിസമായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം തോക്കുമായി സഞ്ചരിക്കേണ്ട ഗൺമാൻമാർ എസ്കോർട്ട് വാഹനത്തിൽ ഒളിപ്പിച്ചു വെച്ച വടിയുമായി പുറത്തിറങ്ങിയാണ് KCU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിക്കേറിയത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷം പിന്നാലെ വന്ന് ആളുകളെ മർദ്ദിക്കുന്നത് ഏത് പോലീസ് മാനുവലിൽ ഉള്ളതാണെന്ന ചോദ്യത്തിന് അന്ന് മറുപടി ഉണ്ടായിരുന്നില്ല. സാധാരണ ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിലിരുന്ന് തന്നെ വീശിയടിക്കാവുന്നതുമായ പ്രത്യേകതരം ദണ്ഡാണ് ഗൺമാൻ സന്ദീപും സംഘവും ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായി ഇത്തരം ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടന്നത് വലിയ ചട്ടലംഘനമായിരുന്നു. ഇടുക്കിയിൽ ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചും ഇവർ തങ്ങളുടെ പ്രതാപം കാണിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇവരെ പരസ്യമായി ന്യായീകരിച്ചതോടെ ഈ ഉദ്യോഗസ്ഥർക്ക് ആരും ചോദിക്കാനില്ലെന്ന ധാരണയായി. എന്നാൽ ഭരണം മാറുകയും അന്നത്തെ ഇരയായിരുന്ന AD തോമസ് MLA ആയി സഭയിലെത്തുകയും ചെയ്തതോടെ കഥ മാറി. സ്വന്തം പദവി മറന്ന് ക്രിമിനൽ സംഘത്തെ പോലെ പെരുമാറിയ ഗൺമാൻമാർക്ക് ഇനി കാക്കി ഒരു വീട്ടിലിരിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ കേസിൽ വൻ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബസ്സിന് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ ലോക്കൽ പോലീസ് നീക്കുന്നതിനിടെയാണ് ഗൺമാൻ കാറിൽ നിന്നും വടിയുമായി പുറത്തിറങ്ങി യുവാക്കളുടെ തലയിലടിച്ചത്. മുഖ്യമന്ത്രിയുടെ ബസ്സിനൊപ്പം സഞ്ചരിച്ച് സുരക്ഷയൊരുക്കേണ്ടയാൾ പിന്നിലുള്ള കാറിൽ നിന്ന് ഇറങ്ങിയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. സന്ദീപ് ഉൾപ്പെടെ എസ്കോർട്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും മർദ്ദിക്കാൻ ഒപ്പം കൂടി. പോലീസുകാർ സാധാരണ ഉപയോഗിക്കുന്ന ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിലിരുന്ന് തന്നെ വീശിയടിക്കാൻ കഴിയുന്നതുമായ ഒടിയാത്ത ദണ്ഡാണ് ഗൺമാൻ ഉപയോഗിച്ചത്. പോലീസ് ലാത്തിയേക്കാൾ നീളമുള്ള വടി കൊണ്ടുള്ള അടിയേറ്റ് KCU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. KCU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്ന AD തോമസിന്റെ തല പൊട്ടി. കഴുത്തിൽ നീരും കഠിനമായ തലവേദനയുമായി മാസങ്ങളോളം ചികിത്സയിലായിരുന്നു. ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുള ഡിവിഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും സീറ്റില്ലെന്ന് നേതൃത്വം അറിയിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായ ആലപ്പുഴ മണ്ഡലമാണ് AD തോമസിന് മത്സരിക്കാൻ പാർട്ടി കൊടുത്തത്. AD തോമസ് വിജയിക്കുകയും ചെയ്തു. CPIMന്റെ മുതിർന്ന നേതാവ് സിറ്റിംഗ് MLAയുമായി PP ചിത്തരഞ്ജനെയാണ് AD തോമസ് പരാജയപ്പെടുത്തിയത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടക്കുന്നുവെന്ന ഗുരുതരമായ ചട്ടലംഘനവും അന്ന് അവിടെ സംഭവിച്ചിരുന്നു. അതേസമയം കേരളത്തിൽ ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് സേനയിൽ അടിമുടി അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുമെന്നതിനെ ആശ്രയിച്ച് പോലീസ് ആസ്ഥാനം മുതൽ ലോക്കൽ സ്റ്റേഷനുകൾ വരെ വിപുലമായ സ്ഥാനചലനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതോടെ ADGP മുതൽ SI റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സമഗ്രമായ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കസേരകൾ ഉറപ്പിക്കാനായുള്ള തിരക്കിട്ട ചരടുവലികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ സജീവമാണ്. നിലവിലെ DGP റവാഡ ചന്ദ്രശേഖറിന് 15 മാസത്തെ സർവീസ് കൂടി ബാക്കിയുണ്ട്. സുപ്രീം കോടതി വിധി പ്രകാരം പോലീസ് മേധാവി സ്ഥാനത്ത് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെ 2 വർഷം കാലാവധി നൽകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 2027 ജൂലൈ വരെ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കുമെങ്കിലും പുതിയ സർക്കാരിന്റെ നയം നിർണായകമാകും. സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ യോഗേഷ് ഗുപ്ത, മനോജ് എബ്രാഹാം എന്നിവരാണ് DGP സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവർ. മനോജ് എബ്രാഹാമിന് 5 വർഷം സർവീസ് ബാക്കിയുള്ളത് അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദങ്ങളിൽപ്പെട്ട MR അജിത് കുമാറും പട്ടികയിലുണ്ട്.
കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് തഴയപ്പെട്ട യോഗേഷ് ഗുപ്തയെ പ്രധാന ചുമതലയിലേക്ക് തിരികെ എത്തിക്കാൻ പുതിയ സർക്കാർ താൽപര്യപ്പെട്ടേക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കിടേഷിനും സ്ഥാനചലനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പകരം P. വിജയൻ അല്ലെങ്കിൽ ദിനേന്ദ്ര കശ്യപ് എന്നിവർക്കും ക്രമസമാധാന ചുമതല ലഭിച്ചേക്കാം. P. വിജയനെ ക്രമസമാധാന ചുമതലയിലേക്ക് പരിഗണിച്ചാൽ ദിനേന്ദ്ര കശ്യപിനെ ഇന്റലിജൻസ് മേധാവിയാക്കാനാണ് സാധ്യത. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യയ്ക്കും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടത് അനുകൂലികളായ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് അനുകൂല പോലീസ് സംഘടനകൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 10 വർഷമായി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, ആംഡ് പോലീസ് ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ തുടരുന്നവരുടെ പട്ടിക സംഘടനകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇവരെ കൂട്ടത്തോടെ ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് മാറ്റാനും പകരം കഴിഞ്ഞ ഭരണകാലത്ത് അകാരണമായി ജില്ലകൾക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റപ്പെട്ടവരെ തിരികെ നിയമിക്കാനുമാണ് നീക്കം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ AR ക്യാമ്പ്, കമ്മീഷണർ ഓഫീസ്, കൺട്രോൾ റൂം തുടങ്ങിയ ഇടങ്ങളിൽ റൈറ്റർ തസ്തികകളിൽ ഇരിക്കുന്ന ഇടത് സംഘടനക്കാരായ ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെയെല്ലാം കൂട്ടത്തോടെ ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് കെട്ടുകെട്ടിക്കാനാണ് നീക്കം. ഭരണം മാറിയതോടെ ഗൺമാൻമാരെ ചുറ്റിപ്പറ്റിയുള്ള ദൂർത്തിനും അന്ത്യമാകുകയാണ്. സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കാട്ടി CPI നേതാക്കൾക്ക് വാരിക്കോരി നൽകിയിരുന്ന ഗൺമാൻ പടയെ പോലീസ് ആസ്ഥാനത്തേക്ക് തിരിച്ചു വിളിക്കാൻ നടപടി തുടങ്ങി. EP ജയരാജൻ, P ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർക്ക് പരാജയപ്പെട്ട ഒരു മുൻ കൗൺസിലർക്ക് വരെ നൽകിയ ഗൺമാൻ സുരക്ഷയും റദ്ദാക്കും. ഏകദേശം 500ഓളം പോലീസുകാരാണ് ഇത്തരത്തിൽ നേതാക്കൾക്ക് പിന്നാലെ നടക്കുന്നത്. ഇവരെയെല്ലാം ക്രമസമാധാന ചുമതലയിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് തീരുമാനം. അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരെന്ന് ഉറപ്പാക്കുന്നതിന് മുമ്പേ തങ്ങളുടെ ഇഷ്ടക്കാരെ ഗൺമാന്മാരാക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും സമ്മർദ്ദം മുറുകുന്നുണ്ട്. ഏതായാലും 10 വർഷത്തെ പിണറായി ഭരണകാലത്ത് ഇനി ഒരിക്കലും UDF അധികാരത്തിൽ വരില്ല എന്ന് സന്തോഷിച്ച് പാദസേവ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ 8ന്റെ പണിയാണ് ഇനി വരാൻ പോകുന്നത്. ഒരിക്കൽ VD സതീശൻ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊന്നും മറക്കില്ല എന്നുള്ളത്. പണ്ടൊക്കെ ഞങ്ങൾ മറക്കുമായിരുന്നു, പക്ഷെ ഒന്നും ഞങ്ങൾ മറക്കില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തെരുവിൽ അനാവശ്യമായി തല്ലിച്ചതച്ച് തല തല്ലി പൊളിച്ചത് ഞങ്ങൾ മറക്കില്ല. രക്ഷാപ്രവർത്തനം എന്ന പേരിട്ടുകൊണ്ട് ഒരു കൂട്ടരെ മാത്രം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ മാത്രം തല്ലിച്ചതയ്ക്കുകയും മറുഭാഗത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ യുവാക്കൾ പച്ചത്തെറി പറഞ്ഞാലും നട റോഡിൽ എന്ത് കാണിച്ചു കൂട്ടിയാലും അവരെ ആശ്വസിപ്പിച്ച് അവരെ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ തന്നെ 10 വർഷത്തോളം കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പക്ഷാപാതം പാടില്ല. പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകേണ്ടവരാണ്. പക്ഷേ അവിടെയും ചേരി തിരിഞ്ഞുള്ള വേർതിരിവ് കാണിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ കാണിക്കാനായിട്ടുണ്ടാകും. ഏതായാലും ആഭ്യന്തര വകുപ്പ് ആരായിരിക്കും വഹിക്കുക എന്നുള്ളത് അറിയില്ല. തീർച്ചയായിട്ടും അടിമുടി ഏറ്റവും താഴെ തട്ടിൽ മുതൽ ഏറ്റവും ടോപ്പ് സീനിയോറിറ്റി ലെവലിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ ഒരു അഴിച്ചുപണി സാധ്യത കാണുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ ഈ പറഞ്ഞ പലതരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള പോലീസുകാർക്കൊക്കെ തന്നെ സ്ഥലം മാറ്റമോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.